What's up, you all? What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karan channel. ഒരു ചെറിയൊരു സംശയം ചിലവരുടെ മനസ്സിലുണ്ടാവാം. എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ. എന്തുകൊണ്ട് നമുക്ക് കാർനെ ചുക്കോമെക്ക, എൻകുങ്കു എന്നീ പ്രൊഫൈൽസ് ഓൾറെഡി ഉള്ളപ്പോൾ നമ്മൾ ഷാബി സിമൻസിന്റെ പുറകെ പോകുന്നു? നമുക്ക് ബോർഡ് വരച്ച് കാണിക്കാം. സിമ്പിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആൻഡ് അവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ഫോർമേഷൻ. വി പ്ലേ എ 4-2-3-1 ഫോർമേഷൻ. ഇതാണല്ലോ നമ്മുടെ മെറസ്കയുടെ ഗോ ടു ഫോർമേഷൻ. ഓക്കെ, ഇതിനകത്ത് പല പ്ലേയേഴ്സ് ഒക്കെ പല പൊസിഷനിൽ നിൽക്കുന്നു. ഇപ്പൊ ഡെലാപ്പിനെ ഞാൻ ഇവിടെ ഇട്ടില്ല, പെഡ്രോനെ ഞാൻ തൽക്കാലത്തേക്ക് ഇട്ടിരിക്കുന്നു. ഒരു പ്രോബബിൾ സ്റ്റാർട്ടിംഗ് 7, ഫൊഫാന ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഫൊഫാന സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്രോബബിൾ സ്റ്റാർട്ടിംഗ് 11 ഇട്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു പല്ലവിയാണ്. നമുക്ക് ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പൊതുവെ കളിക്കുന്നത്? അവൈലബിൾ ആണെങ്കിൽ പാൽമർ ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് കവർ ചെയ്യുന്നു. പാൽമർ ഇവിടെ കളിക്കുന്നു. ഒരു ഗിറ്റൻസിനെ ഞാനിപ്പോ തൽക്കാലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ ഈ പറയുന്ന ഏരിയ കവർ ചെയ്യുന്നു. ഓക്കെ, എൻസോ ഫെർണാണ്ടസ് ഈ ഹാഫ് സ്പേസ് കവർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഗിറ്റൻസിനെ മാറ്റി കഴിഞ്ഞാൽ വേറൊരു പ്ലെയറിനെ ഇടാം. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഗിറ്റൻസിനെ ഇടാം. കൈസേഡോ ഒരു പക്ഷെ കുക്കുറയെ ഇവിടെ നിന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുക്കുറയെ ഇവിടെ ഇൻവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കുക്കുറ വന്നു. ആൻഡ് ദെൻ ലിബൈ കോൾവെൽ, ഫൊഫാന, റീസ് ജെയിംസ്. അങ്ങനെ ഒരു ബാക്ക് 3 നമ്മൾ ഫോം ചെയ്ത് നമ്മൾ കളിക്കുന്നു. അപ്പൊ ടിപ്പിക്കൽ ഷേപ്പ് എത്രയായി? ഒരു 3-2-4-1 ഷേപ്പായി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ 3-2-4-1 ഷേപ്പിലേക്ക് എത്തിയിരിക്കുന്നത്? ബാക്ക് 3, ഇത് നമ്മുടെ ബാക്ക് 3 ഇരിക്കുന്നു. അതല്ല, സോറി, ബാക്ക് 3-2, ഇത് നമ്മുടെ 4, ആൻഡ് ദെൻ നമ്മുടെ ലൂൺ സ്ട്രൈക്ക്. ഇതാണ് നമ്മുടെ പൊതുവെ നമ്മുടെ മെറസ്കയുടെ അറ്റാക്കിംഗ് ഷേപ്പിൽ. ഇതിൽ ചെറിയ അവിടെ ഒരു ചെറിയ തിരുത്തലും പരിപാടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ബേസിക് ഫിലോസഫി പുള്ളിക്കാരൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ആ ഫിലോസഫി ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ ഫെയർ എനഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ ഷാബി സിമൻ, വൈ നോട്ട് കാർനെ ചുക്കോമെക്ക? കാരണം ടിപ്പിക്കലി മെറസ്കയുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിലുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഹാഫ് സ്പേസ് ആണ്. അവിടെ ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് എൻസോനായിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് എൻസോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ, ഒരു ലോങ് ബോളൊക്കെ കൊടുത്ത്, അതായത് ഒരു ത്രൂ ബോളൊക്കെ കേർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ്. അല്ലെങ്കിൽ ഒരു 1 ടച്ച് ഫുട്ബോൾ കളിച്ച് പുള്ളിക്കാരൻ ഓടി കയറി പോകാൻ പറ്റുന്നതല്ല. പുള്ളിക്കാരൻ ഒരു ക്ലാസിക് ഒരു എന്താ പറയുക, ഒരു ഡ്രിബിളർ അല്ല. എൻസോ ഫെർണാണ്ടസ് ഒരു ക്ലാസിക് ഒരു ഡ്രിബിളർ അല്ല. പുള്ളിക്കാരൻ ഡ്രിബിൾ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് അല്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ മെറസ്കയ്ക്ക് വേണ്ട ഇവിടെ ഒരു ഡ്രിബിളർ ആണ്. ഒരു ഹാഫ് സ്പേസ് ഇവിടെ പറഞ്ഞ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഓക്കെ, എൻസോനെ അത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫെയർ എനഫ്. നമുക്ക് അവിടെ കാർനെ ചുക്കോമെനെ നമുക്ക് അവിടെ യൂസ് ചെയ്ത് കളിപ്പിച്ചാൽ പോരെ. നൗ ലെറ്റ്സ് സപ്പോസ് നമുക്ക് ആദ്യം എൻസോനെ നമുക്ക് തൽക്കാലത്തേക്ക് പുറത്തിരിക്കാം, ടെമ്പററി. ഓക്കെ, നമുക്ക് എൻസോനെ പുറത്തിരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കാർനെ ചുക്കോമെക്കനെ കൊണ്ടുവരാം. നൗ ലെറ്റ്സ് സപ്പോസ് നമ്മളിവിടെ കാർനെ ചുക്കോമെക്കനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻകുങ്കുനെ കൊണ്ടുവരുന്നു. ലെറ്റ്സ് കോൾ ദിസ് എൻകുങ്കു. എൻകുങ്കുവിന് ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് കളിക്കുന്നതാണ്. പുള്ളിക്കാരന്റെ ഡിഫൻസീവ് ഭയങ്കര വീക്ക്നെസ് ഉണ്ട്. പുള്ളിക്കാരൻ ഈ ഏരിയ ഒന്നും കവർ ചെയ്യില്ല. അത് നമുക്കറിയാം. പുള്ളിക്കാരൻ ഡിഫൻസീവില് ട്രാക്ക് ബാക്ക് ചെയ്ത് ഈ ഏരിയയിലേക്ക് വന്ന് കവർ ചെയ്യില്ല. എൻകുങ്കു ബേസിക്കലി ഈ ഒരു ഏരിയയിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അവൻ ഇവിടെയാണ് അവൻ പൊതുവെ കളിക്കാൻ താല്പര്യപ്പെടുന്നത്. ദാറ്റ്സ് ഹിസ് ഏരിയ. പുള്ളിക്കാരൻ പുറകിലേക്ക് ഓടി വന്ന് ഈ ഏരിയ ഒന്നും കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ ഒരു ട്രാക്ക് ബാക്ക് ഒന്നും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല എൻകുങ്കു. നമ്മൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല മടിയുള്ള ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. ആ ഏരിയയിലൊന്നും പുള്ളിക്കാരൻ കളിക്കാൻ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുക്കുറ ആയാലും ആര് ഇൻവേർട്ട് ചെയ്താലും ഒരുപാട് സ്പേസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കവർ ചെയ്യേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ട്രാൻസിഷൻ അറ്റാക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ എൻകുങ്കു അതേ സ്പീഡിൽ ട്രാക്ക് ബാക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ പുള്ളിക്കാരന് സ്പീഡില്ല ട്രാക്ക് ബാക്ക് ചെയ്യാൻ. അതാണ് വേറൊരു ഇഷ്യൂ. സാധാരണഗതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു പ്ലെയർ സ്പീഡ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ട്രാക്ക് ബാക്ക് ചെയ്തോളൂ നിങ്ങൾ നോക്കാം. പക്ഷെ പുള്ളിക്കാരന്റെ സ്പീഡും പേസും കുറവായതുകൊണ്ട് അത്രയും രീതിയിൽ പുള്ളിക്കാരനെ ട്രാക്ക് ബാക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇതും വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും, കുറെ വരെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. എനിക്ക് പ്രാന്താവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കുഴപ്പമില്ല. നോ ഇവിടെ നമുക്ക് എൻകുങ്കനെ മാക്കിനെ കാർണയിലിടാം. ഓക്കെ, നോ കാർനെ എന്നെ സംബന്ധിച്ച് ഇസ് എ പെർഫെക്റ്റ് ഷോട്ട്. കാരണം പുള്ളിക്കാരൻ ഇസ് എ ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റിയ ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. ഡ്രിബിളിംഗ് സ്കിൽസ് ഉണ്ട്, 1-on-1 ടച്ച് എടുക്കുന്നുണ്ട്, പുള്ളിക്കാരന് ഷോട്ട് എടുക്കാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. ഹി ഈസ് എ വെരി ഗുഡ് ടാലന്റഡ് പ്ലെയർ. പക്ഷെ വൈ നോട്ട് ഹിം?
അതിന് സത്യം പറഞ്ഞൊരു പക്ക ഉത്തരവില്ല. മേ ബി മൈ ഓൺലി ഗെസ്സസ് കാർനെ ഒരു 2 ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ യു വിൽ ഹാവ് ഷാവി. നൗ ഷാവി സിമൻസിന്റെ പ്രോപ്പർ ആയിട്ടൊരു ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട് ഷാവി ബ്രിങ്സ്, ഓക്കെ, ടിപ്പിക്കലി നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഹാഫ് സ്പേസ് പുള്ളിക്കാരൻ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് ഓക്കെ, പുള്ളിക്കാരൻ ഓടും, പുള്ളിക്കാരൻ ബോൾ എടുത്ത് കളക്ട് ചെയ്തതും കുഴപ്പമില്ല. പക്ഷെ ഷാവിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിപ്പിക്കലി കാർനെ ചുക്കോമെക്ക എന്ന് പറയുന്ന ഒരു പ്ലെയർ അവനിവിടെ ഒരു മിഡ്ഫീൽഡിൽ കളിക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കാർനെ ഇട്ടു, കാർനെ ഒരു പ്യുവർ മിഡ്ഫീൽഡ് കളിക്കാം. ഷാവിനെ വേണമെങ്കിൽ നമുക്ക് വിങ്ങറിലിട്ട് കളിപ്പിക്കാം, എന്നിട്ട് ഗിറ്റൻസിനെ പുറത്തെടുത്താം. കാർനെ നമുക്ക് വിങ്ങറിലിട്ട് കളിപ്പിക്കാൻ പറ്റില്ല. കാർനെ ഇസ് എ പ്യുവർ ഒരു ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. ഷാവി കുറച്ചും കൂടെ വേഴ്സറ്റാലിറ്റി തരും. പുള്ളിക്കാരൻ ഇവിടെയായിട്ട് കളിപ്പിക്കാം. പുള്ളിക്കാരൻ കുറച്ച് തന്റെ കരിയറിൽ ഇവിടെയായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറെ കളിയിൽ സെന്ററിലോട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷാവിന്റെ ഒന്നാമത്തെ കാര്യം വേഴ്സറ്റാലിറ്റി പുള്ളിക്കാരൻ ഓഫർ ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് ഷാവിയെ സംബന്ധിച്ചിട്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കാർനെ ചുക്കോമെക്ക ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ഈ ഹാഫ് സ്പേസിലൊക്കെ പുള്ളിക്കാരൻ ഡ്രിബിൾ ചെയ്യും. അതൊന്നും ഒരു കുഴപ്പമില്ല. വൺ ടച്ച് ലിങ്ക് പ്ലേ ഒക്കെ വെച്ച് കളിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കളിച്ചോളും. അതൊന്നും ഒരു കുഴപ്പമില്ല. ബട്ട് ഹി ഈസ് എ ബ്രില്യന്റ് പാസർ ഓഫ് ദ ഗെയിം. അടിപൊളിയായിട്ട് ത്രൂ ബോൾസ് ഒക്കെ കൊടുക്കും. ഔട്ട്സൈഡ് ദ ബൂട്ട് പുള്ളിക്കാരൻ നല്ലോണം ത്രൂ ബോൾ ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയർ ആണ്. ഞാൻ പറഞ്ഞത് ഷാവിൻ നമ്മൾ കാർനെ ചുക്കോമെക്കയിൽ ഒന്ന് വല്ലാണ്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഷാവി സിമൻസ്. സോ ഹി ഈസ് റിയലി ഗുഡ് ഇൻ ദാറ്റ്. സോ അറ്റാക്കിംഗ് പാരാമീറ്റേഴ്സിൽ ഹി ഈസ് റിയലി ഗുഡ്. ഫെയർ എനഫ്. കാർണയ്ക്കും സെയിം ആണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ ഇവന്റെ വേറൊരു കാര്യമുണ്ട്. അതിനാണ് ഇവൻ ഇവിടെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടിരുന്ന് കളിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഏരിയ ഓഫ് വരുമല്ലോ, നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. സോറി, ഈ ഗ്യാപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റണം. ഇവനെ കൊണ്ട് അത് പറ്റും. ഇവനത് ചെയ്യുന്ന തരത്തിലാണ്. ഷാവി നല്ലോണം പണിയെടുക്കും. അപ്പൊ നല്ലോണം ട്രാക്ക് ബാക്ക് ചെയ്യും. ഹി ക്യാൻ ട്രാക്ക് ബാക്ക് ഫാസ്റ്റ്. അത് മാത്രമല്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത്, ലെറ്റ്സ് സേ കുക്കുറയ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഷാവിക്ക് ശരിക്കും ഭയങ്കര ഡീപ്പായിട്ട് ബോൾ വന്ന് ബിൽഡപ്പിൽ ഇൻവോൾവ് ആയിട്ട് കളക്ട് ചെയ്ത് കളിക്കാൻ അറിയാം പുള്ളിക്കാരന്. ഹി ഗെറ്റ്സ് എ ലോട്ട് ഇൻ ഡിഫെൻസീവ്ലി. ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്യും. അതിന്റെ അർത്ഥം എൻസോനെ പുറത്തിരുന്നല്ല കേട്ടോ. ഷാവിനെ നമുക്ക് ഇവിടെ എടുത്തിട്ട് എൻസോനെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് കളിപ്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റോനെ പുറത്തിട്ടാം. പാൽമറിന് ഈ ഹാഫ് സ്പേസിൽ, റീസ് ജെയിംസിന് പകരം അവിടെ നമുക്ക് ഗുസ്തോനെ ഇടാം. കാരണം ഗുസ്തോ ടിപ്പിക്കലി ഒരു ഓവർലാപ്പിംഗ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു തരം. കാരണം റീസ് ജെയിംസിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോ എൻസോനെ മാറ്റി വരുത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. ബട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാവി വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഒരുപാട് ലിങ്ക് പ്ലേ, ഡ്രോപ്പ് ഡൗൺ. ഒരു കണക്കിന് ഹി ഈസ് മോർ ഓഫ് ഈ ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതായത് എൻകുങ്കുനെ പോലെ ഭയങ്കര അഡ്വാൻസ് മാത്രം ഇരുന്ന് കളിക്കുകയോ കാർനെ പോലെ ജസ്റ്റ് ഹാഫ് സ്പേസ് മാത്രം ഇരുന്ന് കളിക്കുന്ന ടൈപ്പല്ല. പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവും. ഡിഫൻസിലും അറ്റാക്കിലും ഇൻവോൾവ് ആവും. വേഴ്സറ്റൈൽ ആയിട്ട് പൊസിഷനും കളിപ്പിക്കാൻ പറ്റും. കുറെ കൂടെ ക്രിയേറ്റീവ് ആണ്. കുറെ കൂടെ ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ ആണ് ഓൺ പേപ്പർ. ബട്ട് അൾട്ടിമേറ്റ്ലി വരുന്നത് ബുണ്ടസ് ലീഗ് എന്നാണ്. അത് ഇവിടെ വന്ന് കൺവേർട്ട് ആവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ദിസ് ഫോർ മീ ഇസ് ദ ഡിഫറൻസ് ഷാവി വേഴ്സസ് കാർനെ ചുക്കോമെക്ക വേഴ്സസ് എൻകുങ്കു. ഷാവിയുടെ ടാക്ടിക്കൽ അനാലിസിസ് സെപ്പറേറ്റ്, അതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. Thank you so much for watching. Signing off, SK from Chelsea Karen.